വെൽക്കം ടു CML ലാൻസ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിലെ പോയട്രി സെക്ഷൻ്റെ മിഡീവൽ ഇംഗ്ലീഷ് റൊമാൻസസ് ഓർ മെട്രിക്കൽ റൊമാൻസസിനെ കുറിച്ചും അതുപോലെ ജോഫ്രി ചോസർ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സുകൾ, ദെൻ അദ്ദേഹത്തിൻ്റെ ലിറ്റററി പീരിയഡ്സ്, ദെൻ ഹിസ് മോസ്റ്റ് ഫേമസ് ദ കാൻറ്റർബറി ടേൽസ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ജോഫ്രി ചോസറിൻ്റെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ഡിക്ഷൻ, അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിരുന്ന ചില ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് ഇംഗ്ലീഷ് ചോസേറിയൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജോഫ്രി ചോസറിൻ്റെ തീംസ്, സ്റ്റൈൽ, ടെക്നിക്സുകളൊക്കെ ആയിരുന്നു ഇവർ ഫോളോ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞല്ലോ. സോ അതിൽ എക്സാമ്പിളാണെന്ന് ഡ്രീം കൺവെൻഷൻസ്. മീൻസ് നമ്മളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോയട്രിയിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു സ്റ്റോറി ടോൾഡ് വിത്തിൻ എ ഡ്രീം, ഒരു കഥ ഒരു സ്വപ്നത്തിനകത്ത് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഡ്രീംസ് കൺവേ എ ഡീപ്പ് മീനിങ്. ഇപ്പോൾ ഒരു സ്വപ്നത്തിലൂടെ ഒരു ഡീപ്പ് മീനിങ്ങിലേക്ക് തരുന്നത് പോലെ, അതൊരു ഡിവൈസാണ് ജോഫ്രി ചോസർ യൂസ് ചെയ്യുന്നൊരു രീതിയാണത്. അതിനെ ഈ ഇംഗ്ലീഷ് ചോസേറിയൻസ്, ആ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം യൂസ് ചെയ്തത് മറ്റൊരു ഡിവൈസാണ് അലിഗറി എന്ന് പറയുന്നത്. അലിഗറി മീൻസ് ഒരു ഹിഡൻ മീനിങ്. ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിലും ജനറലായിട്ട് അലിഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു പോയം ഏതാണെങ്കിലും അതിനകത്തൊരു നമ്മൾ ഡയറക്റ്റ് മനസ്സിലാവാതെ ഒരു ഹിഡൻ മീനിങ്ങിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ അലിഗറി എന്ന് പറയുക. സോ ഇവിടെയും അതുപോലെ ജോഫ്രി ചോസർ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മിക്കപ്പോഴും അലിഗോറിക്കൽ പ്രസൻറ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഫോളോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പോയട്രി യൂസ് ചെയ്യുന്ന മീറ്റർ, വേഴ്സ്, അതുപോലെ ഡിക്ഷൻ, അത് പദപ്രയോഗങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതെല്ലാം ഫോളോ ചെയ്തിരുന്ന റൈറ്റേഴ്സായിരുന്നു ഇംഗ്ലീഷ് ചോസേറിയൻസ്. അതിനകത്ത് മെയിനായിട്ടും വരുന്നത് തോമസ് ഒക്ലീവ്, ജോൺ ലെഡ്ഗേറ്റ്, സ്റ്റീഫൻ ഹൗസ്, അലക്സാണ്ടർ ബാർക്ലേ ആൻഡ് ജോൺ സ്കെൽട്ടൺ. സോ ഇതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് തോമസ് ഒക്ലീവിനെ കുറിച്ചാണ്. സോ അദ്ദേഹത്തിൻ്റേതായിട്ട് എടുത്തു പറയാൻ മാത്രമുള്ളൊരു മഹത്തായ സാഹിത്യകൃതിയൊന്നും നിലവിലില്ല. എന്നിരുന്നാലും 15th സെഞ്ച്വറിയിലെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ചൊക്കെ ക്ലിയറായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. തോമസ് ഒക്ലീവ് ജോഫ്രി ചോസറിനെ അദ്ദേഹത്തിൻ്റെ മാസ്റ്ററായി കൺസിഡർ ചെയ്യുകയും അതുപോലെ തന്നെ ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, തീംസ് എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയുന്ന ചില എക്സാമ്പിൾസാണ് എ ലെറ്റർ ഓഫ് ക്യൂപ്പിഡ്, അതേപോലെ ദ റെജിമെൻറ്റ് ഓഫ് പ്രിൻസസ്. ഇതിനകത്ത് ഈ രണ്ട് വർക്കിനകത്തും ജോഫ്രി ചോസറിൻ്റെ വർക്കിനകത്തുള്ള ചില തീംസ്, റൈറ്റിംഗ് സ്റ്റൈൽ അതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജോൺ ലെഡ്ഗേറ്റ്. അദ്ദേഹം ജോഫ്രി ചോസറിൻ്റെ സമകാലികരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഗ്രേറ്റ് സ്കോളർ, മോങ്ക് ആൻഡ് മോസ്റ്റ് പ്രോളിഫിക് മെഡീവൽ ഇംഗ്ലീഷ് പോയറ്റ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മിക്കതും ട്രാൻസ്ലേഷൻസ് ആയിരുന്നു. അതിനകത്ത് ഫേമസ് ആയിട്ടുള്ളതാണ് ലണ്ടൻ ലിക് പെന്നി, ട്രോയ് ബുക്ക്, ദ സ്റ്റോറി ഓഫ് തീംസ്, ദ ഫാൾ ഓഫ് പ്രിൻസസ് ആൻഡ് ദ ടെമ്പിൾ ഓഫ് ക്ലാസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോഫ്രി ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചോസറിൽ നിന്ന് ഉൾക്കൊണ്ട് അത് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റീഫൻ ഹൗസ്. അദ്ദേഹം ഒരു അലിഗോറിസ്റ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഗറി ഒരു സ്റ്റോറിയിലോ അല്ലെങ്കിൽ ഒരു പോയത്തിലോ ഒക്കെ ഡയറക്റ്റ് പറയാണ്ട് ഹിഡൻ മീനിങ്ങിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ജോഫ്രി ചോസർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ ഹൗസും ഇതുപോലെ വർക്കിനകത്ത് കൂടുതലായിട്ടും ഇമിറ്റേറ്റ് ചെയ്ത് അലിഗറി എഴുതിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വർക്കും അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഒരു അലിഗോറിസ്റ്റായിട്ട് എടുത്തു പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു അലിഗറിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഹിറോട്ട് മോറൽ ഓർ ഡിഡാക്റ്റിക് അലിഗറീസ്. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് അലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ മീനിങ്ങിലൂടെ ഒരു മീനിങ് കൺവേ ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ മോറൽ ഓർ ഡിഡാക്റ്റിക് അലിഗറീസ് മീൻസ് പറഞ്ഞാൽ ഒരു സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു മോറൽ ലെസൺസ്, നമ്മൾ പണ്ട് പറയാറില്ലേ ഗുണപാഠകഥകളൊക്കെ വായിക്കാറില്ലേ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഗുണപാഠം കിട്ടും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ധാർമ്മികമായ എന്തെങ്കിലും ഒരു പാഠം നമുക്ക് കിട്ടുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കാര്യത്തിലൂടെ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക, ആ വായനയിലൂടെ നമുക്ക് പുതിയൊരു കാര്യം, ഒരു അറിവ് നമുക്കുണ്ടാവുന്ന രീതിയിലുള്ള അലിഗറീസാണ് അദ്ദേഹം എഴുതാറുള്ളത്.
ഇവിടെ നമ്മൾ സ്റ്റീഫൻ ഹൗസിനെ ഒരു അലിഗോറിസ്റ്റായിട്ടും അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇനി വരുന്ന റൈറ്റേഴ്സിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 അലിഗോറിസ്റ്റിനെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ സ്പെൻസർ, അദ്ദേഹത്തിൻ്റെ ഫാരിക്യൂൺ എന്ന് പറഞ്ഞ വർക്ക് ഒരു അലിഗറിയാണ്. അതുപോലെ ജോൺ ബന്നിൻ, അദ്ദേഹത്തിൻ്റെ പിൽഗ്രിം പ്രോഗ്രസ്സും ഒരു അലിഗറിയാണ്. അത് നമ്മളിനി വരുന്ന വർക്കിനകത്ത് വരുന്ന സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ വരും. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കണം. സോ ഇവിടെ സ്റ്റീഫൻ ഹൗസ് അദ്ദേഹം ഒരു അലിഗറിസ്റ്റ് ആണെന്ന് പറഞ്ഞു. കൂടുതലും അദ്ദേഹം മോറൽ ഓർ ഡിഡാക്റ്റിക് അലിഗറീസാണ് എഴുതാറുള്ളതെന്ന് പറഞ്ഞു. സോ അദ്ദേഹം ഇതുപോലെ ജോഫ്രി ചോസറിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്കിന് എക്സാമ്പിൾസാണ് ദ എക്സാമ്പിൾസ് ഓഫ് വെർച്യൂ ആൻഡ് ദ പാസ്റ്റ് ടൈം ഓഫ് പ്ലഷർ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ വർക്കിന് എക്സാമ്പിൾസാണ്. ദ നെക്സ്റ്റ് വൺ അലക്സാണ്ടർ ബാർക്ലേ. അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വർക്കിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഷിപ്പ് ഓഫ് ഫേൾസ്, അതൊരു ജർമ്മൻ വർക്കിനാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇക്ലോഗ്സ്. ഇക്ലോഗ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ് പാസ്റ്ററൽ പോയംസ്, മീൻസ് ഇംഗ്ലീഷിലേക്ക് ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് പോയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഇക്ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്ററൽ പോയംസ് ആണ്. അതായത് ഇപ്പോൾ റൂറൽ ലൈഫ്, ഗ്രാമങ്ങളിലെ ജീവിതം, വളരെ സിമ്പിളായ ലളിതമായ ജീവിത രീതികളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറീസിനൊക്കെ ബേസ് ചെയ്തിട്ട് എഴുതുന്നതാണ്, അങ്ങനെയുള്ള ജീവിതങ്ങളെ ബേസ് ചെയ്തിട്ട് എഴുതുന്നതാണ് ഈ പാസ്റ്ററൽ പോയംസ് എന്ന് പറയുന്നത്. സോ അങ്ങനൊരു ടൈപ്പ് ഓഫ് പോയട്രി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഇംഗ്ലീഷ് ചോസേറിയൻസിൽ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് ജോൺ സ്കെൽട്ടനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളുടെ അറിവുള്ള, ഒരുപാട് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയട്രിയെ വിലയിരുത്തുന്നത്, പോയട്രി അനലൈസ് ചെയ്യുന്ന രീതിയൊക്കെ വളരെയധികം വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം മുന്നേയുള്ള റൈറ്റിംഗ് സ്റ്റൈൽ, നമ്മൾ മുന്നേ തന്നെ ട്രഡീഷണലായി ഫോളോ ചെയ്തിരുന്ന അലിഗറി ആണെങ്കിലും അതുപോലെ ഡ്രീം വിഷൻ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പോയട്രിയിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഡ്രീം കൺവെൻഷൻസ്, അതുപോലെ തന്നെ അലിഗറി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു സറ്റയറിലേക്ക് കവിതകളെ ഒരു ഹാസ്യപരമായ രീതിയിലേക്ക് അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ഇപ്പോൾ എന്തിനാണ് ഈ സറ്റയർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കറപ്ഷൻ, അഴിമതിയാണെങ്കിലോ അല്ലെങ്കിൽ സമൂഹത്തിലെ വേറെ ഏതെങ്കിലും ചിന്താഗതികളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചൊക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹാസ്യപരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ അവതരിപ്പിക്കുക, അങ്ങനെ ഒരു രീതിയാണിത്. സോ ഫോർ എക്സാമ്പിൾ, അതിൻ്റെ മേജർ വർക്ക്സുകളാണ് ദ ബുക്ക് ഓഫ് കോളിൻ ക്ലൗഡ്, വൈ കം യു നോട്ട് ടു കോർട്ട്, ദെൻ ദ ബുക്ക് ഓഫ് ഫിലിപ്പ് സ്പാരോ. ഇതൊക്കെ അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. സോ അദ്ദേഹത്തിൻ്റെ ഈ രീതികളൊക്കെ പിന്നീട് റിനൈസൻസ് കാലഘട്ടത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സോ ഇന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ജോഫ്രി ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്ന ഇംഗ്ലീഷ് ചോസേറിയൻസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്കോട്ടിഷ് ചോസേറിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞ് ഇംഗ്ലീഷ് ചോസേറിയൻസ്, അതായത് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഓർ ഇംഗ്ലീഷ് പോയറ്റ്സ്, അവർ ജോഫ്രി ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്ന ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സാണ്. ഇനി പറയുന്നത് സ്കോട്ടിഷ് റൈറ്റേഴ്സ് ജോഫ്രി ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ ഫോളോ ചെയ്തിട്ടുള്ള ചില ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ഉണ്ട്, അവരെക്കുറിച്ചാണ് പറയുന്നത്. സോ ഇവരും നേരത്തെ പറഞ്ഞതുപോലെ ജോഫ്രി ചോസറിൻ്റെ അലിഗറി, അതുപോലെ ഡ്രീം കൺവെൻഷൻ, അതുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്ന 7 ലൈൻ സ്റ്റാൻസ, അതെല്ലാം ഇവരും സ്കോട്ടിഷ് ചോസേറിയൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഫോളോ ചെയ്തിരുന്നു. സ്കോട്ടിഷ് ചോസേറിയൻസ് നമ്മൾ ആദ്യം എടുത്തു പറയുന്നത് കിങ് ജെയിംസിനെ കുറിച്ചാണ്. അദ്ദേഹം ജോഫ്രി ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് അദ്ദേഹം എഴുതിയ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ കിങ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അദ്ദേഹം ജോഫ്രി ചോസറിൻ്റെ റൈം റോയൽ സ്റ്റാൻസ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ റൈം റോയൽ എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഫോമാണ്, ഒരു 7 ലൈൻ സ്റ്റാൻസ, 7 ലൈൻസുള്ള സ്റ്റാൻസയാണിത്. അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഇയാംബിക് പെൻറ്റാമീറ്ററിലാണ് അത് എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രീം വിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് അലിഗോറിക്കൽ പ്രസൻറ്റേഷനും റിയലിസം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്നിരുന്നാലും ജോഫ്രി ചോസറിൻ്റെ തനതായ ശൈലിയായിട്ടുള്ള റൈം റോയൽ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റോബർട്ട് ഹെൻറീസിനെ കുറിച്ചാണ്. അദ്ദേഹം സ്കോട്ടിഷ് ചോസറിയനിൽ നമ്മൾ രണ്ടാമതായിട്ട് എടുത്ത് പറയുന്ന ഒരാൾ, വളരെ ഇൻഡിപെൻഡൻ്റായ
ഒറിജിനൽ സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൻ്റെ. സോ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദി ടെസ്റ്റമെൻറ്റ് ഓഫ് ക്രെസീഡ്, ദെൻ ദ ഫാബിൾസ്, റോബിൻ ആൻഡ് മാക്കിൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ജോഫ്രി ചോസറിൻ്റെ രീതികളെ ഫോളോ ചെയ്ത് എഴുതിയിട്ടുള്ള മറ്റൊരു സ്കോട്ടിഷ് ചോസറിലെ രണ്ടാമത്തെ ആൾ. ദെൻ നെക്സ്റ്റ് വൺ വില്യം ഡൺബാർ, ഗ്രേറ്റസ്റ്റ് സ്കോട്ടിഷ് ചോസേറിയൻ. അദ്ദേഹം സ്കോട്ട്ലാൻഡിൻ്റെ പോയറ്റ് ലോറിയേറ്റാണ്. പോയറ്റ് ലോറിയേറ്റ് എന്ന് പറയുന്നൊരു പദവിയാണ്, അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത്. അതാണ് പോയറ്റ് ലോറിയേറ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരുപാട് പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള, ഒരുപാട് ഹ്യൂമർ സെൻസ് ഉള്ള, ദെൻ ഡിഫറെൻ്റായ സ്റ്റൈൽസിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയുന്ന ചില വർക്കുകളാണ് ദ ഡ്രിസിൽ ആൻഡ് ദ റോസ്, ദ ഗോൾഡൻ ടാർച്ച്, ദെൻ സെറ്റേഴ്സ് ആയിട്ടുള്ള, സെറ്റേർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാസ്യപരമായി എഴുതുന്ന കവിതകൾ. അതിന് എക്സാമ്പിളാണ് ഡാൻസ് ഓഫ് ദ 7 ഡെഡ്ലി സിൻസ്, ടു മാരീഡ് വിമൻ ആൻഡ് ദ വിഡോ. ദെൻ നെക്സ്റ്റ് വൺ ഗവൻ ഡഗ്ലസ്. അദ്ദേഹം ഒരുപാട് അലിഗോറീസൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൺവെൻഷൻസൊക്കെ ഫോളോ ചെയ്ത് എഴുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ പൊളിറ്റിക്സിലൊക്കെ വളരെയധികം ആക്റ്റീവാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സുകളെന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് ഹോണർ, ദെൻ ഹി ട്രാൻസ്ലേറ്റഡ് വെർജിൽസ് വർക്ക്. വെർജിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകളൊക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കോട്ടിഷ് ചോസേറിയൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് ഇംഗ്ലീഷ് ചോസേറിയൻസ് 15th സെഞ്ച്വറിയിലെ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്, അതേപോലെ സ്കോട്ടിഷ് ചോസേറിയൻസ് 15th സെഞ്ച്വറിയിലെ ജോഫ്രി ചോസറിനെ ഫോളോ ചെയ്തിട്ടുള്ള, ജോഫ്രി ചോസറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടുള്ള സ്കോട്ടിഷ് റൈറ്റേഴ്സാണ് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കണ്ടംപററി ഓഫ് ജോഫ്രി ചോസർ. ജോഫ്രി ചോസറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമകാലികരായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ദെൻ അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ജോൺ ഗവർ, ദ എക്സാക്റ്റ് കണ്ടംപററി ഓഫ് ജോഫ്രി ചോസർ. ജോഫ്രി ചോസറിൻ്റെ സമകാലികരിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന, അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ജോൺ ഗവർ. സോ ഹി റോട്ട് ഇൻ 3 ലാംഗ്വേജസ്, എസ്പെഷ്യലി ഇൻ ഫ്രഞ്ച്, ലാറ്റിൻ ആൻഡ് ഇംഗ്ലീഷ്. അതിനകത്ത് ആദ്യം പറയുന്നത് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്ന വർക്കാണ് സ്പെക്കുലം മെഡിറ്റാൻഡിസ്. അതൊരു അലിഗറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചില എത്തിക്സുകളും അദ്ദേഹത്തിൻ്റെ വേർച്യൂ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ജോഫ്രി ചോസർ അദ്ദേഹത്തിനെ മോറൽ ഗവർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ വർക്കാണ് വോക്സ് ക്ലാമൻഡിസ്. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പെസൻ റിവോൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ പെസൻ റിവോൾട്ടിനെ ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയതാണ് ഈ വോക്സ് ക്ലാമൻഡിസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ആ ഒരു സമയത്തുണ്ടായിരുന്ന സാമൂഹിക ചുറ്റുപാടുകളും എല്ലാം അതിൻ്റെ ഭയപ്പാടുകളും ഒക്കെ ആ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വർക്കാണ്, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള വർക്കാണ് കൺഫെസിയോ അമാൻഡിസ് എന്ന് പറയുന്നത്. എൻസൈക്ലോപീഡിയ ഓഫ് ലവ് എന്നതിന് നമ്മൾ പറയുന്നുണ്ട്. സോ അതും അലഗോറിക്കൽ പ്രസൻറ്റേഷൻ തന്നെയാണ്. ഓരോ സ്റ്റോറിക്കകത്തും ഒരുപാട് മോറൽ ലെസൺസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സോ ജോൺ ഗവർ ജോഫ്രി ചോസറിൻ്റെ ഒരു സമകാലികനായ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അദ്ദേഹം 3 ഭാഷയിൽ എഴുതി, ഫ്രഞ്ച് ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും ഇംഗ്ലീഷ്. അതിനകത്തുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ് സ്പെക്കുലം മെഡിറ്റാൻഡിസ്, വോക്സ് ക്ലാമൻഡിസ് ആൻഡ് കൺഫെസിയോ അമാൻഡിസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വില്യം ലാംഗ്ലൻഡ്. അദ്ദേഹം ജോഫ്രി ചോസറിൻ്റെ സമകാലികരായ റൈറ്റേഴ്സിലെ രണ്ടാമത്തെ ആളാണ്, ഫേമസ് ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദ വിഷൻ ഓഫ് വില്യം കൺസേണിങ് പിയേഴ്സ് ദ പ്ലോമാൻ. നമ്മൾ ഷോർട്ടാക്കിയിട്ട് പിയേഴ്സ് പ്ലോമാൻ എന്ന് പറയുന്നുണ്ട്. അത് അലിഗറി ഓഫ് ഹ്യൂമൻ ലൈഫ്. നേരത്തെ പറഞ്ഞ പോലെ 14ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ ജീവിത രീതികളെക്കുറിച്ച് ഒരു അലിഗോറിക്കൽ പ്രസൻറ്റേഷനാണ് ഈ ഒരു വിഷൻ ഓഫ് വില്യം കൺസേണിങ് പിയേഴ്സ് ദ പ്ലോമാൻ എന്ന് പറയുന്ന വർക്ക്. ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ കാലത്തെ പെസൻസ് സഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അലിഗോറിക്കലി അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും ആ ഒരു വർക്കിന് ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, റൂളിംഗ് ക്ലാസ് എങ്ങനെയാണ് സാധാരണക്കാരായ ആൾക്കാരോട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വിഷയങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വർക്ക് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സോഷ്യൽ ക്രിറ്റിസിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർ തോമസ് യാർഡ് ആൻഡ് ഹെൻറി ഹൊവാർഡ്, എർൾ ഓഫ് സറേ.
സർ തോമസ് യാട്ടും അതുപോലെ ഹെൻറി ഹൊവാർഡ്, അദ്ദേഹം അറിയപ്പെടുന്നത് എൾ ഓഫ് സെറി എന്നാണ്. ഇവർ രണ്ടുപേരും ദേ ബ്രോട്ട് ഇറ്റാലിയൻ ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് ടു ഇംഗ്ലണ്ട്. സോ ഇതിലാദ്യം പറയുന്നത് സർ തോമസ് യാട്ട്. അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് പെട്രാക്യൻ ഫോമായിട്ടുള്ള സോണറ്റിനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നത് സർ തോമസ് യാട്ടാണ്. അതായത് ഇംഗ്ലീഷിലേക്ക് സോണറ്റ് എന്ന് പറയുന്ന ഒരു പോയട്രി ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ തോമസ് യാട്ടാണ്. അതിനകത്ത് ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ നോട്ട്സൊക്കെ അതിനകത്തുണ്ടായിരിക്കും. സോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലൈൻസുള്ള ലിറിക്കൽ സ്റ്റാൻഡ്സാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുക. 14 ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈപ്പ് ഓഫ് പോയട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പറയുകയും പോയം അവസാനിക്കുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷനെ നമുക്ക് ആ കവിതയിൽ തന്നെ കാണിക്കുന്ന രീതിയിൽ. കൂടാതെ ടേഴ്സ റിമ, അതുപോലെ ഒട്ടാവ റിമ എന്ന് പറയുന്ന ഇറ്റാലിയൻ പോയട്രി ഫോംസാണ്. അതും ഇവിടെ ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് യാട്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഹെൻറി ഹൊവാർഡ് എൾ ഓഫ് സെറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹമാണ് ഈ സോണറ്റ് ഫോമിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്നത്. ഹെൻറി ഹൊവാർഡ് ഓർ എൾ ഓഫ് സെറിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് പോയട്രി ഫോം, ഒരു പോയട്രി സ്റ്റൈലാണ്. അതായത് റൈംസ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് എഴുതുന്നൊരു ടൈപ്പ് ഓഫ് പോയട്രി. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്കതിനെക്കുറിച്ച് പറയാനുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യം മനസ്സിലാക്കുക. സർ തോമസ് യാട്ട് ആൻഡ് ഹെൻറി ഹൊവാർഡ് എൾ ഓഫ് സെറിയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത്. സർ തോമസ് യാട്ടാണ് ആദ്യമായിട്ട് ഇറ്റാലിയൻ പോയട്രി ഫോമായിട്ടുള്ള സോണറ്റിനെ ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മാത്രമല്ല, അദ്ദേഹം ടേഴ്സ റിമ, ഒട്ടാവ റിമ എന്ന് പറയുന്ന ഇറ്റാലിയൻ പോയറ്റിക് ഫോംസിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെൻറി ഹൊവാർഡ് എൾ ഓഫ് സെറി. അദ്ദേഹം ഈ സോണറ്റിൻ്റെ ഫോമിനെ അല്ലെങ്കിൽ പോയട്രി ഫോമായിട്ടുള്ള സോണറ്റിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ദെൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് ബ്ലാങ്ക് വേഴ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. ഈ ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ള പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റിനെ കുറിച്ച് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കും. കണ്ടംപററി ഓഫ് ജോഫ്രി ചൂസർ ആ ഒരു സെക്ഷനിൽ ലാസ്റ്റ് നമ്മൾ പറയുന്നത് എഡ്മണ്ട് സ്പെൻസറെ കുറിച്ചാണ്. അദ്ദേഹം പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ചാൾസ് ലാംബ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റാണ് അദ്ദേഹത്തെ പോയറ്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് ഒരുപാട് റൈറ്റേഴ്സ് അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ തീംസ്, സബ്ജക്റ്റുകളൊക്കെ ഒരുപാട് റൈറ്റേഴ്സ് പിന്നീട് സ്വാധീനിച്ചിട്ടുണ്ട്. ദെൻ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകളാണ് ദ ഫെയറി ക്വീൻ. ഈ ഫെയറി ക്വീൻ ഒരു അലിഗോറിക്കൽ എപ്പിക് സ്റ്റൈലാണ്. അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മോറൽ അലിഗറിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതിനകത്ത് എക്സാമ്പിളായിട്ട് എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫെയറി ക്വീൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ദ ഫെയറി ക്വീൻ. ദെൻ അതിനകത്തൊരു 12 നൈറ്റ്സിനെ കുറിച്ചും ആ 12 നൈറ്റ്സ് 12 വേർച്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സ്റ്റോറിയാണ് അതിനകത്ത് പറയുന്നത്. ദെൻ ഹിസ് നെക്സ്റ്റ് ഫേമസ് വർക്കാണ് ദ ഷെഫേർഡ്സ് കലണ്ടർ. ദെൻ എമോററ്റി ഒരു സോണറ്റ് സീക്വൻസ്, ഒരു പെട്രാക്കിൻ സോണറ്റാണ്. പെട്രാക്കിൻ ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു സോണറ്റാണ്. ഷെഫേർഡ്സ് കലണ്ടർ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പാസ്റ്ററൽ പോയാണ്. ഇപ്പോൾ റൂറൽ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നതും ഞാൻ മുന്നേ ഇക്ലോഗ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഫെയറി ക്വീൻ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് എഡ്മണ്ട് സ്പെൻസറിൻ്റെ. ദെൻ ഷെഫേർഡ്സ് കലണ്ടർ. എമോററ്റി ഒരു പെട്രാക്കിൻ സോണറ്റ് ആ ഫോമിൽ എഴുതിയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ എപ്പിത്തലാമിൻ, ഒരു മാരേജ് സോങ് ആണ്. പ്രോത്തലാമിൻ അതിൻ്റെ സീക്വലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അത് മാരേജ് പോയം തന്നെയാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഏതൊരു റൈറ്റിംഗ് സ്റ്റൈൽ എടുക്കുകയാണെങ്കിലും വളരെ സെൻഷ്വസ് ആയിട്ടുള്ള ഒരുപാട് ആർക്കൈക് ഡിക്ഷനൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരുപാട് റിഫ്ലക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പ്രതിഫലിച്ച് കാണിക്കാവുന്ന രീതിയിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് സ്പെൻസറിയൻ സ്റ്റാൻസ. അതും ഒരുപാട് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ എഡ്മണ്ട് സ്പെൻസറിൻ്റെ എടുത്തു പറയപ്പെടുന്ന അത്രയും വർക്കിനകത്ത് നിന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെയറി ക്വീനെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതൊരു അലിഗറിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മോറൽ അലിഗറി, അല്ലെങ്കിൽ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള തീംസുകളൊക്കെ വരുന്ന ഒരു വർക്കാണത്. എഡ്മണ്ട് സ്പെൻസറിൻ്റെ എടുത്ത് പറയപ്പെടുന്ന ചില വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെയറി ക്വീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി
അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മോറൽ അലിഗറിയാണ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള തീംസൊക്കെ അതിലെഴുതിയിട്ടുള്ളൊരു വർക്കാണത്. വ്യത്യസ്തമായ വേർഷൻസിൽ ഡിഫറെൻറ്റ് ഇയേഴ്സിലായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടി ഒരുപാട് സബ്ജക്റ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ആ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതിനകത്ത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ അലിഗോറിക്കൽ പ്രസൻറ്റേഷൻ തന്നെയാണ്. ഒരുപാട് മോറൽ ആൻഡ് റിലീജിയസ് തീംസ് അദ്ദേഹം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 12 നൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാണ് 12 നൈറ്റ്സ്, ആരൊക്കെയാണ് അത്, ഓരോ ആളുകളും റെപ്രസെൻ്റ് ചെയ്യുന്ന വേർച്യൂസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നൊക്കെ അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് അലിഗോറിക്കൽ ഫിഗേഴ്സായിട്ട് നമ്മുടെ എടുത്ത് പറയുന്നത് ക്വീൻ മാരി ഓഫ് സ്കോട്ട്ലാൻഡ്, അതുപോലെ പോപ്പ്, ലോർഡ് ഗ്രേ, അങ്ങനെ കുറച്ചും കൂടി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അലിഗോറിക്കൽ ഫിഗേഴ്സ് ആയിട്ടുള്ള ഇത്രയും ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ 12 നൈറ്റ്സും അവരുടെ വേർച്യൂസും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സ്റ്റൈലായിട്ട് പറയുന്നൊരു ആർക്കൈക് ഡിക്ഷണറിലാണ്. അതുപോലെ അദ്ദേഹം സ്വന്തമായിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള സ്പെൻസേറിയൻ സ്റ്റാൻസ, ഒരു പോറ്റിക് ഇഫക്റ്റ്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. അതുപോലെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേർഡ്സുകളും അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറിയുടെ അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും കവിത ഒരുപാട് മനോഹരമായിട്ടുള്ള വർക്കാണ് ഫാരി ക്വീൻ എന്ന് പറയുന്നത്.